കെഎസ്ഇബിക്ക് വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടികൾ. കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 2164 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളത്. കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ വൈദ്യുതി കുടിശ്ശിക 757 കോടിയാണ്. ഏറ്റവും അധികം കുടിശ്ശിക വരുത്തിയത് ജല അതോറിറ്റിയാണ്. നിയമസഭയിൽ വൈദ്യുത മന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ ഉള്ളത്. സുനിഷ അയലൂർ, കുടിശ്ശിക എന്ന് പറയുന്നത് കോടികളാണ്. ആ കോടികൾ വലിയ ബാധ്യതയായി നിൽക്കുകയാണോ കെഎസ്ഇബിക്ക് ഇപ്പോൾ? സുജയ, അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഈ കണക്കുകൾ പറയുന്നത്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കണക്കാണ്. ഈ കണക്ക് നോക്കിയാൽ 2164 കോടി രൂപയുടെ വൈദ്യുതി ചാർജ് കുടിശ്ശികയാണ് കെഎസ്ഇബിക്ക് കിട്ടാനുള്ളത് എന്നതാണ്. അതിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ വൈദ്യുതി കുടിശ്ശിക എന്ന് പറയുന്നത് 757 കോടിയാണ്. ഈ കേരള പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് മാത്രം 158.56 കോടിയാണ്. സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നും 74.94 കോടിയാണ്. അതിൽ ഏറ്റവും അധികം ഈ കുടിശ്ശിക നൽകാനുള്ളത് വാട്ടർ അതോറിറ്റി ആണ് എന്നതാണ്. 458 കോടിയോളം രൂപ നൽകാനുണ്ട് എന്നതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം, അതായത് 2023 വർഷവും ഏറ്റവും അധികം കുടിശ്ശിക ഈ വാട്ടർ അതോറിറ്റിക്ക് തന്നെയായിരുന്നു. പിന്നീട് അത് പതിയെ കുടിശ്ശിക അടച്ചുകൊണ്ടായിരുന്നു ഈ വാട്ടർ അതോറിറ്റി പണം അടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ 2024 നോക്കുമ്പോഴും ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 458 കോടി രൂപയാണ് ഈ വാട്ടർ അതോറിറ്റി മാത്രം നൽകാനുള്ളത് എന്നുള്ളതാണ്. മറ്റു കണക്കുകൾ വെച്ച് കേന്ദ്ര സ്ഥാപനങ്ങൾ ആകെ നൽകാനുള്ളത് 48 കോടി രൂപയാണ്. സ്വകാര്യ വ്യക്തികളിൽ നിന്ന്, ഒപ്പം തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും അടക്കം 1406 കോടി രൂപ കുടിശ്ശികയായി വാങ്ങാനുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലേക്കടക്കം കെഎസ്ഇബി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കറണ്ട് ചാർജ് അടക്കം കൂട്ടുന്ന സ്ഥിതിയിലേക്കും ഈ കഴിഞ്ഞ വർഷത്തെ താരിഫ് വർധനവ് അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്രയധികം കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഈ ചാർജിനത്തിൽ മാത്രം ഓരോ സ്ഥാപനങ്ങളും നൽകാനുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഇനി വേനൽക്കാലം വരാൻ പോവുകയാണ്. ഇനിയും വൈദ്യുതി വാങ്ങേണ്ട ഒരു സ്ഥിതി കൂടി വരുന്നുണ്ട്. മറ്റെവിടെ നിന്ന് വൈദ്യുതി വാങ്ങിക്കാം എന്നതടക്കമുള്ള ആലോചനകൾ കെഎസ്ഇബിയുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇനി ജമ്മു കാശ്മീരിൽ നിന്നടക്കം വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടി കെഎസ്ഇബി ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഏതായാലും നിയമസഭയിൽ ഇത്തരം ചോദ്യത്തിന് കൃത്യമായ കണക്ക് പ്രകാരം മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. സുജയ, ഓക്കെ, സുനിഷ അയലൂരാണ് കെഎസ്ഇബിക്ക് ലഭിക്കാനുള്ള കോടികളുടെ കണക്ക് അത് സഭയിലേക്ക് വന്നപ്പോൾ അതിന്റെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ കിട്ടാനുള്ള കോടികളൊക്കെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി നടക്കില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ തോന്നിക്കാണുമല്ലോ അല്ലേ?